അപ്പോഴും പൈസ തിരിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഈ 12 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പല പല അവധി എന്തോ കൊടുത്തിരിക്കുന്നു. അപ്പോഴും ഈ പ്രശ്നം തീരുന്നില്ല. ഇങ്ങനെ ഒച്ചപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 18-ഒരു ദിവസം ഇങ്ങനെ അവിടെ ചെറിയൊരു ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു സംസാര വിഷയം ഇതായി. ഇവരുടെ ഈ സീറ്റ് ചെന്നൊരു ഓഫീസുണ്ട് ബത്തേരിയിൽ. ഈ ഓഫീസിൻ്റെ താഴത്ത് ഇവർ 3 പേരും ഒന്നിച്ച് കൂടുന്ന സ്ഥലമാണ്. അന്ന് അതുവരെ വിജയം നേരിട്ട് കൂടുതലാണ്, പുറത്തുനിന്നേ പറയുള്ളൂ. അന്നത്തെ ദിവസം വിജയം വന്നിട്ട് പറഞ്ഞു, പൈസക്ക് നമുക്ക് പ്രശ്നം പരിഹരിക്കാം, നമ്മളിങ്ങനെ കലഹിച്ചിട്ടോ ടൗണിൽ കുറച്ച് വെച്ചിട്ടേ കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാം, ഞാൻ പരിഹരിച്ചു തരാം. DCC ആയിട്ട് സംസാരിച്ചത് അവർ എന്നെ അതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ദിവസം NM വിജയൻ പറഞ്ഞാണ്, NM വിജയൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്ന ദിവസം നമ്മുടെ വീട്ടിലിരുന്ന് മറ്റ് അറിയാണ്ട് വല്ല പ്രശ്നങ്ങളും ഇല്ലാണ്ട രീതിയിൽ സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ തൊട്ട് കുറേ നേരം 2-3 മണിക്കൂറൊക്കെ സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഇവർ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്, അർബൻ ബാങ്കിൽ ഒരു നിയമനം കിട്ടണം, നിങ്ങൾ 12 ലക്ഷം കൊടുത്താൽ കിട്ടൂല. കാരണം 12 ലക്ഷം രൂപയ്ക്ക് അവരാരും കൊടുക്കാനും പറ്റില്ല. അവിടെ 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ് മേടിക്കുന്നത്. അതിൽ കുറഞ്ഞാലും കൊടുക്കില്ല, കിട്ടില്ല. നീ 12 പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടൂല, അങ്ങനെയാണ് അവിടെ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ ബാക്കി പൈസ കൂടി കൊടുക്കണം. അതാണ് ഞങ്ങളുടെ തീരുമാനം. അതിനാണ് എന്നെ ചുമതലപ്പെട്ടത്. അത് പറയുന്നത് NM വിജയൻ വീട്ടിൽ വെച്ചാണ് താങ്കളോട് പറയുന്നത്. DCCയുടെ അറിവോട് കൂടിയാണ് ഇടപാടെന്ന് താങ്കളെ NM വിജയൻ ബോധ്യപ്പെടുത്തി. അത് 3 പേരും ഒരേപോലെ പറയുന്നു. 3 പേരുണ്ട്, അന്നേരം ഉണ്ട്, 3 പേരുണ്ട്. അതിന് ശേഷമാണ് അവർ പറഞ്ഞ ഡേറ്റ് പ്രകാരം ഞാൻ പറഞ്ഞു, അത് ഇവർ ഇത്രയും പൈസ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം ഈ വയറ് ഞെക്കി പിടിച്ചിട്ടുള്ള അതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ സാറിന് മനസ്സിലാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും ത്യാഗം സഹിച്ചിട്ടുള്ള ജീവിതമാണ് കൃഷിക്കാരൻ. അതിൽ ഞെക്കി പിടിച്ചുണ്ടാക്കുന്ന ഒരു പൈസ. അപ്പം ഞാൻ പറഞ്ഞു 1 ലക്ഷമൊക്കെ ഞാൻ കൊടുക്കാം, അത് കൂടുതൽ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സമ്മതിച്ചില്ല അവർ വീണ്ടും ഫോണിൽ തന്നെ സംസാരങ്ങളും ചർച്ചകളാക്കിയിട്ട് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1 ലക്ഷമായി. ഞാൻ പറഞ്ഞു പിന്നെ 2ആയിട്ടും നടക്കില്ല, സമ്മതിക്കില്ല. പിന്നെ അവരുടെ തീരുമാന പ്രകാരം അവരെല്ലാവരും മുകളിൽ നിന്ന് ഇങ്ങനെ ഫോണിൽ ആരെയും സംസാരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. അവരും സ്ഥിരം ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. IC ബാലകൃഷ്ണൻ മറ്റുമായിരുന്നു തോന്നുന്നു അല്ലേ? ആ സമയത്ത് IC ബാലകൃഷ്ണൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, DCC പ്രസിഡന്റ് ഇടപെട്ടിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവരൊന്നും നേരിട്ട് വരില്ലല്ലോ. എല്ലാം ഈ NM വിജയനോ നേരിട്ട് വന്നിട്ട് ചന്ദ്രനോ അതല്ലെങ്കിൽ പ്രേമനോ ആയിരിക്കും. ഇവരെപ്പോഴും പറയണു അത് പറഞ്ഞ DCC തീരുമാനമാണ്. IC ബാലകൃഷ്ണനൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ടോ ആ ഘട്ടത്തിൽ? അത് പറയുന്നുണ്ട്, കൂടെ പറയും. അതുവരെല്ലാവരും പറയുന്നുണ്ട്. അവർ 3 പേരും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളല്ല പോയുള്ളൂ, 2 പേരുണ്ടല്ലോ. അവർക്ക് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ അവരുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ 17 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചു. കാരണം എനിക്ക് 17 തരാൻ കാരണം ഞാൻ ഇത്രയും മുമ്പ് പൈസ കൊടുത്തു, ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടും ഇത്രയും കാലതാമസം തന്നെ ആയതുകൊണ്ടാണ് ഈ കൺസെഷനോടുകൂടി ഇവർ ഒരു ധാരണയിലെത്തിയത് 17 ലക്ഷം രൂപ. അതായത് 5 ലക്ഷം രൂപയും കൂടെ കൊടുത്തു, 17 ലക്ഷം രൂപയായി. എന്നിട്ടും ജോലി കിട്ടിയില്ല. പിന്നീട് 3 ഘട്ടങ്ങളിലായിട്ട് 8,60,000 രൂപ തിരിച്ചു കിട്ടി. അതെന്താ വെച്ചാൽ പറയാനല്ല, അത് കിട്ടാൻ കാരണം 2020 വീണ്ടും ഒരു നിയമനം ഒഴിവ് വന്നു. അപ്പോൾ അതിൽ അപേക്ഷ കൊടുത്തു, എക്സാം എഴുതി, അതിലും കിട്ടിയില്ല. അപ്പോഴാണ് ആ വിഷയം എന്താ വെച്ചാൽ അപ്പോൾ തന്നെ ഇവരുടെ ഈ കോൺഗ്രസ് ഗ്രൂപ്പുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ തമ്മിൽ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇവർ തമ്മിൽ വലിയ വിഷയങ്ങളായി. അതെ, പാർട്ടി തന്നെ. അങ്ങനെ ആ നിയമനം തന്നെ റദ്ദാക്കി, ആർക്കും കൊടുക്കണ്ടെന്ന് ഉള്ള തീരുമാനത്തിലാണ് ഇവരെന്നോട് പറഞ്ഞത്. അങ്ങനെ ആ നിയമനം ആർക്കും കൊടുത്തില്ല. ആ തീരുമാനം പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ രണ്ടാമതും ജോലി കിട്ടാതെ വന്നപ്പോൾ അതോടുകൂടി ആ ഭരണം പോയി. ഈ താങ്കൾ പരാതി കൊടുത്തോ മുതിർന്ന നേതാക്കൾക്കോ DCCക്കോ ആർക്കെങ്കിലും? അവിടെ മുതിർന്ന നേതാക്കൾ കൊടുത്തിട്ടില്ല. താഴെ കിടക്കുന്ന ഞങ്ങളുടെ സമന്മാരായ ആളുകൾക്കൊക്കെ ഏകദേശം ബത്തേരിയെ സംബന്ധിച്ചും വയനാടിനെ സംബന്ധിച്ചും ഏകദേശം എല്ലാവർക്കും അറിയാം. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും പേരോടും പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അവരാരും പിന്നീട് പരാതി പരിഗണിച്ചില്ല. കൊടുത്തത് സിദ്ദീഖിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സിദ്ദീഖിന് പരാതി കൊടുത്തിരുന്നു. ഒരു പരാതി കൊടുത്തു, അത് അറിയിക്കാം, വിളിക്കാം എന്ന കൊടുത്തു. അത് കുറച്ചായുള്ളൂ കേട്ടോ. കുറച്ച് നല്ലൊരു 5-6 മാസമൊക്കെ ഈ ഇലക്ഷനില്ല, അതിന് മുമ്പത്തെ ഇലക്ഷൻ്റെ മുമ്പാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തിട്ട് ഓഫീസ് സ്റ്റാഫല്ലേ കാണുള്ളൂ, നമുക്കൊരിക്കലും നേരിട്ട് ഇവരോടൊന്നും സംസാരിക്കാൻ കിട്ടില്ല, ഗ്രൂപ്പ് ഒന്നിച്ചല്ലേ കാണുള്ളൂ. അതുകൊണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു, എഴുതി കൊടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചില്ല. പരാതി പരിഹരിക്കാമെന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചു ചോദിക്കാമെന്ന് പറഞ്ഞു, ഒന്നും നടന്നില്ല, മറുപടിയും തന്നില്ല. ഇതിൽ IC ബാലകൃഷ്ണൻ പോയി കണ്ടിരുന്നോ? ഞാൻ കാണാൻ വേണ്ടി പോയി, എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല. വിവരങ്ങൾ ഇവരോട് നേരിട്ട് ആരോടും പറഞ്ഞിട്ടുമില്ല. IC ബാലകൃഷ്ണനെ മറ്റോ നേരിട്ട് കാണാൻ ശ്രമിച്ചിരുന്നോ ഈ പണം കിട്ടാതെ വന്നപ്പോൾ? ശ്രമിച്ചു, കാണാൻ പറ്റിയിട്ടില്ല. ശ്രമിച്ചു, നേരിട്ട് കാണാൻ പറ്റില്ല. സ്വന്തമായിട്ട് കാണണമല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴും കാണുമ്പോൾ കാര്യമില്ലോ.